ഹായ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സമയം ഇവിടെ 8 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് 7-ാം തീയതിയാണ്. 7-ാം തീയതി ഫെബ്രുവരി 2024. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. ഒരുപാട് സന്തോഷവും അറിയില്ല എന്താ തന്നെ പറയേണ്ടതെന്ന്. പക്ഷെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് 7 മണിയാകുമ്പോൾ, ഇന്ന് വൈകിട്ട് 7 മണിയാകുമ്പോൾ, 7 മണിയല്ല 6:30 ആകുമ്പോൾ എൻ്റെ അമ്മ UK വരും. എനിക്കറിയില്ല അതെങ്ങനെ പറയണ്ട. അത്രയും സന്തോഷവും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. എൻ്റെയും UK ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. സമയത്ത് ചെറിയൊരു സൺലൈറ്റൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് ഇച്ചിരി മഴയൊക്കെ ഉണ്ട്, തണുപ്പുണ്ടാവും. അമ്മക്കാണെങ്കിൽ ഒട്ടും തണുപ്പ് പറ്റാത്തതാ. അപ്പോൾ അമ്മ എന്ന് വെച്ചാൽ നാട്ടിൽ പോലും ഫാൻ ഇടാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അമ്മ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. അമ്മ എന്നെ തെറി പറയായിരിക്കും. കാരണം ഞാൻ തന്നെ നാട്ടിൽ തണുപ്പോണെന്ന് പറഞ്ഞ് വെച്ചിടുന്ന ഒരാളാണ്. നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും AC ഇടുമ്പോഴുള്ള തണുപ്പ് മാത്രമല്ലേ നമുക്ക് തണുപ്പായിട്ട് അറിയുള്ളൂ. ലിറ്ററലി തണുപ്പ് എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രാജ്യത്ത് വരണം. ഞാനിവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഞെട്ടിപ്പോയത്. ശരിക്കും പറഞ്ഞു ഞാൻ എൻ്റെ പൊന്നി ഇതാണ് തണുപ്പ്. ഞാൻ എൻ്റെ കസിൻ വന്നപ്പോഴാണ്, പുള്ളിയെ കണ്ടപ്പോഴാണ് എൻ്റെ പകുതി ശരീരം ഒന്ന് വോമായത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി ആ ലോങ് ജാക്കറ്റൊക്കെ ഇട്ടൊക്കെ ദൂരെ ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടപ്പോഴാണ് എൻ്റെ ടോം പകുതി ശരീരം വോമായി. പുള്ളിയുടെ കാറിൽ കയറി ഹീറ്ററൊക്കെ ഇട്ട് റൂമിലെത്തിയപ്പോൾ എൻ്റെ കസിൻ അവിടെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതും കൂടി കണ്ട കഴിഞ്ഞപ്പോൾ അടുത്ത പകുതിയും കൂടി വോമായി. ടോം, ലിജ, ആ ദിവസം ഒരിക്കലും മറക്കില്ല കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ അമ്മോ. ഇപ്പോൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അമ്മ എനിക്ക് തോന്നുന്നു അബുദാബിയിൽ എത്തിക്കാണും. കൊച്ചി ടു അബുദാബി ടു ലണ്ടൻ, അങ്ങനെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മ അവിടെ എത്തിക്കാണ്ടതാണ്. നമ്മുടെ കൂടെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട്. പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുള്ളത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. കാരണം പുള്ളിക്കാരി അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്, മെസ്സേജ് വഴി കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ചെക്ക് ഇൻ കഴിഞ്ഞു, അമ്മ സേഫാണ് എന്നൊക്കെ പറഞ്ഞ് അറിയിക്കും. ജിനു എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ജിനു, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ പോകുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട, ഞാനിവിടെ നിന്ന് ഒരു ജാക്കറ്റായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അത്രയും വലിയ കട്ടിയുള്ള അത്രയും വോമായിട്ടുള്ള ജാക്കറ്റൊന്നും അല്ല ഇട്ടേക്കെന്ന് തോന്നുന്നു. ഞാൻ ഫോണിലൂടെ കണ്ടിട്ടുള്ളൂ ജാക്കറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും ജാക്കറ്റ് കൊണ്ടുവരാം. എന്നിട്ട് ആ ജാക്കറ്റ് ഇട്ട് അമ്മനെ സേഫായിട്ട് എങ്ങനെയെങ്കിലും റൂമിലെത്തിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അതിനുശേഷം വേറൊരു ദിവസം അമ്മയായിട്ട് ഒരു ജാക്കറ്റ് മേടിക്കാൻ പോകുമല്ലോ, ഒരു പുതിയ ജാക്കറ്റ് അങ്ങ് മേടിക്കാം. കാരണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. കാരണം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അത്രയും വോമല്ല, സൈസ് ഫിറ്റ് അല്ല എന്നൊക്കെ പറയുന്നതിലും ഭേദമല്ല അമ്മയായിട്ട് പോയി ഡയറക്റ്റ് ഒരു ജാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുമല്ലോ, ഇത് അത്യാവശ്യം വോമാണ്. അപ്പോൾ വേറെ കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ മേടിക്കാം. അമ്മ എങ്ങനെയെങ്കിലും എനിക്കിവിടെ എത്തിയാൽ മതി എന്നുള്ളൂ. എയർപോർട്ടിൽ പോകുന്നു, അമ്മയെ പിക്ക് ചെയ്യുന്നു, ജാക്കറ്റ് കൊടുക്കുന്നു, അമ്മനെ വീട്ടിലെത്തിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമുള്ളൂ എയർപോർട്ടിലോട്ട്. ഹീത്രൂ എയർപോർട്ടിലാണ് അമ്മ വരുന്നത്. നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. അയ്യോ, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. കുറേ നേരമായി ഇങ്ങനെ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 45 minutes ആയി. ഇതുവരെ ആൾ വന്നിട്ടില്ല. ബാഗ് എടുക്കാൻ നിൽക്കുകയായിരിക്കും. കാരണം അബുദാബിയിൽ നിന്നുള്ള ആൾക്കാർ കുറേ പേര് പോയി. പക്ഷേ ലേറ്റ് ആണെന്നാണ് മനസ്സിലാവുന്നില്ല. ഞാൻ വന്ന് നിന്നിട്ട് 1 മണിക്കൂറായി. ഇതുവരെ ആളെ പുറത്ത് കണ്ടിട്ടില്ല. ഞാനിവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിന്ന് എനിക്ക് പെടൽ വേണ്ടി വന്നു. ഇവിടെ ഭയങ്കര വേദന.